വിഷമിക്കാതിരിക്കുക. പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡ് തുക കാലോചിതമായി വർദ്ധിപ്പിക്കുക, പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാന്റ്, സ്റ്റൈഫൻഡ് എന്നിവ കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക, പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ജാതി സർട്ടിഫിക്കറ്റുകളുടെ വിതരണം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാക്കിയതു മാറ്റി പഴയതുപോലെ പുനഃസ്ഥാപിക്കുക, പട്ടികജാതി ഫണ്ട് തിരിമറി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പട്ടികജാതി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ മാർച്ചും ധർണയും പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ പ്രസിഡന്റ് KS രാജു ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി പാലാ ഏരിയ സെക്രട്ടറി വയല വിനയേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം MG തമ്പി, മറ്റ് ഭാരവാഹികളായ AC കലാമന്ദിരം തങ്കപ്പൻ, സാബു സെബാസ്റ്റ്യൻ എന്നിവർ സമരത്തെ അഭിവാദ്യം ചെയ്ത് പ്രസംഗിച്ചു. ഇത്തരം ആനുകൂല്യം വാങ്ങിക്കുന്ന മറ്റ് പല സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും മാസം തോറും ഗ്രാന്റും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ലഭിക്കുമ്പോൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത് ലഭിക്കുന്നത്. ഇത് ലഭിക്കുന്നതാവട്ടെ വളരെ ചെറിയ തുക മാത്രമാണ്. അതുകൊണ്ട് മറ്റാളുകൾക്ക് കിട്ടുന്നത് കൂടുതലാണ് എന്നുള്ള അഭിപ്രായമല്ല ഞങ്ങൾക്കുള്ളത്. അവർക്കത് കിട്ടണം. പക്ഷേ അതോടൊപ്പം തന്നെ കാലോചിതമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കിന്ന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള തുക കൊടുക്കുവാൻ സർക്കാർ തയ്യാറാവണം എന്നാണ് ഞങ്ങൾ ഈ ലംസം ഗ്രാന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആവശ്യമായി സർക്കാർ മുമ്പിൽ വയ്ക്കുന്നത്. ഇത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണം. പട്ടികജാതി വികസനവുമായി ബന്ധപ്പെട്ട് കോടാനുകോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഓരോ വർഷവും ചെലവഴിക്കുന്നത്. പക്ഷേ ഈ തുകയൊന്നും യഥാർത്ഥത്തിൽ എത്തേണ്ട ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കിട്ടുന്നു തന്നെ ആവട്ടെ, അത് സമയബന്ധിതമായി കിട്ടുന്നില്ല. അതിന്റെ ഉദാഹരണമാണ് 2012-2013 +2 മുതൽ ഉള്ള വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് ഇതുവരെ കേരളത്തിലെ ഏതാണ്ട് 8 ജില്ലകളിൽ വിതരണം ചെയ്തിട്ടില്ല. 8 ജില്ലകളിൽ ഇപ്പോഴും വിതരണം ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി നീക്കിവെക്കപ്പെടുന്ന പണം മറ്റാവശ്യങ്ങൾക്കായി വകമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സമയത്ത് ഈ ഫണ്ട് കൊടുക്കാൻ കഴിയാതെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം പണി ചെയ്താൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാവണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇവർക്ക് അനുവദിക്കുന്ന ഫണ്ട് തുക കുറവാണ്. ആ കിട്ടുന്നത് പോലെ സമയത്ത് വിതരണം ചെയ്യുന്നില്ല. ഈ ആവശ്യങ്ങൾ പരിഹരിക്കുവാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ നിലപാടുകൾ സർക്കാർ എടുക്കണം. അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ശക്തമായി കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ പട്ടികജാതി ക്ഷേമ സമിതി തയ്യാറാവും എന്ന് ഞങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോ SC ഹോസ്റ്റലുകളുടെ സ്ഥിതി. ഇപ്പൊ നമ്മുടെ ഒട്ടടുത്ത് പാലായിൽ ഒരു SC ഹോസ്റ്റൽ ഉണ്ട്. അവിടെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ എല്ലാം നേതൃത്വത്തിലാണ് അവിടെ ബൾബ് മാറിയിട്ടതും